സോ ഇക്കോസിസ്റ്റത്തിലെ 4 കമ്പോണൻറ്റുകളെ നമ്മൾ പരിചയപ്പെട്ടു കഴിഞ്ഞു. ഈ 4 കമ്പോണൻറ്റുകളാണ് ഇനി ഈ ചാപ്റ്ററിലൂടെനീളം നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആദ്യത്തെ കമ്പോണൻ്റാണ് പ്രൊഡക്ടിവിറ്റി. ഇക്കോസിസ്റ്റത്തിൻ്റെ ആദ്യത്തെ കമ്പോണൻറ്റ് നമ്മൾ പറഞ്ഞതാണ് എന്താണ്? പ്രൊഡക്ടിവിറ്റി. സോ ഒരു ഇക്കോസിസ്റ്റം സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ, അതങ്ങനെ നിലനിൽക്കണമെങ്കിലും ഫങ്ഷൻ ചെയ്യണമെങ്കിലും ഏതൊരു ഇക്കോസിസ്റ്റനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് എന്താണ്? സോളാർ എനർജി. സോ കോൺസ്റ്റൻറ്റ് ഇൻപുട്ട് ഓഫ് സോളാർ എനർജി, തുടർച്ചയായിട്ട് അതിനൊരു സോളാർ എനർജി അല്ലെങ്കിൽ റേഡിയൻറ്റ് ഫോം ഓഫ് എനർജി ഇൻപുട്ട് ഉണ്ടായിരിക്കണം. അതാണ് ഏതൊരു ഇക്കോസിസ്റ്റത്തിനും വേണ്ട ബേസിക് ആയിട്ടുള്ള റിക്വയർമെൻറ്റ്. സോ ഏതൊരു ഇക്കോസിസ്റ്റത്തിനും വേണ്ട അടിസ്ഥാനപരമായിട്ടുള്ള റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് ഇൻപുട്ട് ഓഫ് സോളാർ എനർജി. സോ സോളാർ എനർജി കോൺസ്റ്റൻ്റ് ആയിട്ട് കിട്ടിയാൽ മാത്രമേ ഏതൊരു ഇക്കോസിസ്റ്റവും നന്നായി സസ്റ്റെയിൻ ചെയ്യുകയും അതിന് ഫങ്ഷൻ ചെയ്യാൻ സാധിക്കുകയും ചെയ്യുള്ളൂ. സോ അതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ സോളാർ എനർജി എത്രത്തോളം റേറ്റിലാണ് ക്യാപ്ചർ ചെയ്യണത്, അല്ലെങ്കിൽ എത്ര ബയോമാസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, പ്രൊഡ്യൂസേഴ്സ്, ഇതിനെ വിളിക്കുന്ന പേരാണ് പ്രൊഡക്ടിവിറ്റി. സോ എത്ര എമൗണ്ട് ഓഫ് സോളാർ എനർജി ക്യാപ്ചർ ചെയ്യുന്നു, എത്രത്തോളം ബയോമാസ് പ്രൊഡ്യൂസേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഇതിനെ വിളിക്കുന്ന പേരാണ് പ്രൊഡക്ടിവിറ്റി. സോ ഈ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഇക്കോസിസ്റ്റത്തിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കമ്പോണൻ്റ് ആണ്. സോ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് ഇക്കോസിസ്റ്റത്തിൻ്റെ ഒരു കമ്പോണൻ്റ് ആണ്. സോ അതിൽ നമ്മൾ പറഞ്ഞു സോളാർ എനർജി കോൺസ്റ്റൻ്റ് ആയിട്ട് കിട്ടിയാൽ മാത്രമേ ഇക്കോസിസ്റ്റത്തിന് സസ്റ്റെയിൻ ചെയ്യാനും ഫങ്ഷൻ ചെയ്യാനും പറ്റുള്ളൂ. സോ ആ സോളാർ എനർജിയാണ് ഒരു ഇക്കോസിസ്റ്റത്തിന് വേണ്ട ഒരു ബേസിക് റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത്. സോ എത്ര റേറ്റ് ഓഫ് സോളാർ എനർജി ക്യാപ്ചർ ചെയ്തു, എത്ര ബയോമാസ് പ്ലാന്റ്സ് അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് പ്രൊഡ്യൂസ് ചെയ്തു, അതാണ് നമ്മൾ പറയുന്ന പ്രൊഡക്ടിവിറ്റി. സോ പ്രൊഡക്ടിവിറ്റിയിൽ നമ്മൾ പറയുന്നത് ഒന്നുകിൽ പ്രൊഡക്ടിവിറ്റി ഡ്രൈ മാറ്റർ ആയിട്ടായിരിക്കും നമ്മൾ അതിനെ എക്സ്പ്രസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എത്ര എമൗണ്ട് ഓഫ് എനർജി എത്ര യൂണിറ്റ് ഓഫ് ലാൻഡ്സ്കേപ്പിൽ എത്ര ടൈമിൽ എനർജി ക്യാപ്ചർ ചെയ്തു. ഇങ്ങനെയാണ് നമ്മൾ പ്രൊഡക്ടിവിറ്റീനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. സോ പ്രൊഡക്ടിവിറ്റിയിൽ നമ്മൾ ആദ്യം പറയുന്നത് പ്രൈമറി പ്രൊഡക്ഷൻ. സോ പ്രൊഡക്ടിവിറ്റി നോക്കുമ്പോൾ അതിൽ ഇക്കോസിസ്റ്റത്തിൽ 2 ടൈപ്പ് പ്രൊഡക്ടിവിറ്റി ഉണ്ട്. പ്രൈമറി പ്രൊഡക്ഷനുമുണ്ട്, സെക്കൻഡറി പ്രൊഡക്ഷനുമുണ്ട്. സോ പ്രൊഡക്ടിവിറ്റി 2 തരത്തിലുണ്ട്, പ്രൈമറി പ്രൊഡക്ഷൻ ആൻഡ് സെക്കൻഡറി പ്രൊഡക്ഷൻ. ആദ്യത്തെയാണ് പ്രൊഡക്ടിവിറ്റിയിൽ പ്രൈമറി പ്രൊഡക്ഷൻ. എന്താണ് പ്രൈമറി പ്രൊഡക്ഷൻ? പ്രൈമറി പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എമൗണ്ട് ഓഫ് ബയോമാസ് അഥവാ ഓർഗാനിക് മാറ്റർ പ്രൊഡ്യൂസ്ഡ് പെർ യൂണിറ്റ് ഏരിയ ഓവർ എ ടൈം പീരീഡ് ബൈ പ്ലാന്റ്സ് ഡ്യൂറിങ് ദ പ്രോസസ് ഫോട്ടോസിന്തസിസ്. പ്ലാന്റ്സ് ഫോട്ടോസിന്തസിസിൻ്റെ ഭാഗമായിട്ട് എത്ര എമൗണ്ട് ഓഫ് ബയോമാസിനെ അല്ലെങ്കിൽ ഓർഗാനിക് മാറ്ററിനെയാണോ പ്ലാന്റ്സ് ഫോട്ടോസിന്തസിസിലൂടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അത് എത്ര യൂണിറ്റ് ഏരിയയിലാണ്, എത്ര ടൈം പീരീഡിലാണ്, അതിനെ വിളിക്കുന്ന പേരാണ് പ്രൈമറി പ്രൊഡക്ഷൻ. സോ പ്രൈമറി പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സസ്യങ്ങൾ അഥവാ പ്ലാന്റ്സ് ഫോട്ടോസിന്തസിസിലൂടെ ഒരു പെർട്ടിക്കുലർ യൂണിറ്റ് ഏരിയയിൽ എത്ര ടൈം പീരീഡിൽ എത്ര എമൗണ്ട് ഓഫ് ബയോമാസിനെയാണോ അല്ലെങ്കിൽ ഓർഗാനിക് മാറ്ററിനെയാണോ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതിനെ വിളിക്കുന്ന പേരാണ് പ്രൈമറി പ്രൊഡക്ഷൻ. അതിനെ എക്സ്പ്രസ് ചെയ്യുന്നത് വെയ്റ്റ്. നമ്മൾ പറഞ്ഞു ഡ്രൈ മാറ്ററിലായിരിക്കാം എത്ര ഡ്രൈ മാറ്റർ പ്രൊഡ്യൂസ് ചെയ്യണു. സോ വെയ്റ്റിലായിരിക്കും നമ്മൾ അതിനെ എക്സ്പ്രസ് ചെയ്യുന്നത്. ഒരു ഇയറിൽ എത്ര വെയ്റ്റ്, എത്ര ഡ്രൈ മാറ്റർ. സോ ഗ്രാം പെർ സ്ക്വയർ മീറ്റർ വെയ്റ്റ് ആകുമ്പോൾ നമ്മൾ അതിനെ മെഷർ ചെയ്യുന്നതാണ് ഗ്രാം പെർ സ്ക്വയർ മീറ്റർ ഇൻ എ ഇയർ. ഒരു വർഷത്തിൽ എത്ര ഗ്രാം പെർ സ്ക്വയർ മീറ്റർ വെയ്റ്റാണ് ആ പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ എത്ര എമൗണ്ട് ഓഫ് എനർജി, നമ്മൾ പറഞ്ഞു എത്ര എമൗണ്ട് ഓഫ് എനർജി ഒരു പെർട്ടിക്കുലർ യൂണിറ്റ് ഏരിയയിൽ ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡിൽ പ്രൊഡ്യൂസ് ചെയ്തത്,
അല്ലെങ്കിൽ ക്യാപ്ചർ ചെയ്ത എനർജി അതാണ്. സോ വെയിറ്റ് ഫോർമുല ഡ്രൈ മാറ്റർ വെയിറ്റ് ഫോമിൽ പ്രൊഡ്യൂസ് ചെയ്തതാവാം, ഗ്രാം പെർ സ്ക്വയർ മീറ്റർ എന്ന രീതിയിലും അതിനെ എക്സ്പ്രസ് ചെയ്യുന്നു ഇൻ എ ഇയർ. അല്ലെങ്കിൽ എനർജി, എനർജിയിൽ പറയുന്നതാണ് കിലോ കാലറി മീറ്റർ പെർ സ്ക്വയർ ഇൻ എ ഇയർ. സോ ഗ്രാം പെർ സ്ക്വയർ ഇൻ എ ഇയർ അല്ലെങ്കിൽ കിലോ കാലറി എത്ര എനർജി ക്യാപ്ചർ ചെയ്തു, മീറ്റർ പെർ സ്ക്വയർ ഇൻ എ ഇയർ. സോ അതാണ് പ്രൈമറി പ്രൊഡക്ഷൻ. സോ പ്രൈമറി പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ പ്ലാന്റ്സ് ഫോട്ടോസിന്തസിലൂടെ ഒരു പെർട്ടിക്കുലർ യൂണിറ്റ് ഏരിയയിൽ ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡിൽ എത്ര ബയോമാസ് അഥവാ ഓർഗാനിക് മാറ്റർ പ്രൊഡ്യൂസ് ചെയ്തു, അതിനെ വിളിക്കുന്ന പേരാണ് പ്രൈമറി പ്രൊഡക്ഷൻ. അതിനെ എക്സ്പ്രസ് ചെയ്യുന്നത് വെയിറ്റ് ഗ്രാം പെർ സ്ക്വയർ മീറ്റർ അല്ലെങ്കിൽ എത്ര എനർജി ക്യാപ്ചർ ചെയ്തു, കിലോ കാലറി മീറ്റർ സ്ക്വയർ ഇൻ എ ഇയർ. ഇനി പ്രൊഡക്ടിവിറ്റി. പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞ തന്നെ റേറ്റ് ഓഫ് ബയോമാസ് പ്രൊഡക്ഷൻ, എത്ര ബയോമാസ് പ്രൊഡ്യൂസ് ചെയ്തു അതിനെ വിളിക്കുന്ന പേരാണ് പ്രൊഡക്ടിവിറ്റി. അതിനെ എക്സ്പ്രസ് ചെയ്യുന്നത് ഗ്രാം പെർ സ്ക്വയർ ഇൻ എ ഇയർ അല്ലെങ്കിൽ എനർജി ഫോമിൽ കിലോ കാലറി മീറ്റർ സ്ക്വയർ ഇൻ എ ഇയർ. ഇങ്ങനെയാണ് നമ്മൾ പ്രൊഡക്ടിവിറ്റി റേറ്റ് ഓഫ് ബയോമാസ് പ്രൊഡക്ഷൻ അഥവാ പ്രൊഡക്ടിവിറ്റീനെ എക്സ്പ്രസ് ചെയ്യുന്നത്. ഈ പ്രൊഡക്ടിവിറ്റി നമ്മൾ റേറ്റ് ഓഫ് ബയോമാസ് പ്രൊഡക്ഷൻ ഗ്രാം പെർ സ്ക്വയർ ഇൻ എ ഇയർ, എനർജി ക്യാപ്ചർഡ് കിലോ കാലറി മീറ്റർ പെർ സ്ക്വയർ ഇൻ എ ഇയർ. ആ റേറ്റ് ഓഫ് ബയോമാസ് പ്രൊഡക്ഷൻ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് പ്രൊഡക്ടിവിറ്റീനെ? ടു കമ്പയർ ദ പ്രൊഡക്ടിവിറ്റി ഓഫ് ടു ഡിഫറെൻറ്റ് ഇക്കോസിസ്റ്റം. രണ്ട് ഡിഫറെൻറ്റ് ഇക്കോസിസ്റ്റത്തിൻ്റെ പ്രൊഡക്ടിവിറ്റീനെ കമ്പയർ ചെയ്യാനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മുടെ ടെറസ്ട്രിയൽ ഇക്കോസിസ്റ്റം അല്ലെങ്കിൽ അക്വാട്ടിക് ഇക്കോസിസ്റ്റം. അക്വാട്ടിക്കിൽ തന്നെ ഫ്രഷ് വാട്ടർ ഇക്കോസിസ്റ്റം, മെറൈൻ ഇക്കോസിസ്റ്റം. ഇങ്ങനെ രണ്ട് ഡിഫറെൻ്റ് ആയുള്ള ഇക്കോസിസ്റ്റത്തിൽ എത്രമാത്രം പ്രൊഡക്ടിവിറ്റി കിട്ടി എന്നതിനെ കമ്പയർ ചെയ്യാനാണ് നമ്മൾ ഈ റേറ്റ് ഓഫ് ബയോമാസ് പ്രൊഡക്ഷൻ ഉപയോഗിക്കുന്നത്, ഈ പറഞ്ഞ രീതിയിൽ എക്സ്പ്രസ് ചെയ്തിട്ട്. സോ പ്രൊഡക്ടിവിറ്റി, നമ്മുടെ പ്രൈമറി പ്രൊഡക്ഷൻ അഥവാ നമ്മുടെ പ്രൊഡക്ടിവിറ്റി രണ്ട് തരത്തിൽ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. സോ ഒന്നാമത്തെയാണ് GPP, രണ്ടാമത്തെയാണ് NPP. സോ പ്രൊഡക്ടിവിറ്റി ഡിവൈഡഡ് ഇൻ ടു, അതായത് പ്രൈമറി പ്രൊഡക്ടിവിറ്റീനെ വീണ്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഒന്ന് GPP അഥവാ ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി, NPP അഥവാ നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി. സോ പ്രൊഡക്ടിവിറ്റി രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു, GPP അഥവാ ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി, NPP അഥവാ നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി. ഇനി ഇതിൽ ഓരോന്നും എന്താണെന്ന് നമുക്ക് നോക്കാം. സോ GPP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റേറ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ഓർഗാനിക് മാറ്റർ ഡ്യൂറിങ് ഫോട്ടോസിന്തസിസ്. സോ ഫോട്ടോസിന്തസിൽ അല്ലെങ്കിൽ ആ ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് എത്ര ഓർഗാനിക് മാറ്റർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ അതിനെയാണ് GPP എന്ന് പറയുന്നത്, ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി. സോ ഫോട്ടോസിന്തസിസിലൂടെ എത്ര ഓർഗാനിക് മാറ്റർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ അതിൻ്റെ റേറ്റിനെ വിളിക്കുന്ന പേരാണ് GPP. അടുത്തത് NPP. NPP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൈലബിൾ ബയോമാസ് ഫോർ കൺസംഷൻ ടു ഹെറ്ററോട്രോപ്സ്. സോ പ്രൊഡ്യൂസേഴ്സ് ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി കഴിഞ്ഞിട്ട് എത്ര ബയോമാസ് അവൈലബിൾ ആണ് ആർക്ക് വേണ്ടി? ഫോർ കൺസംഷൻ ഓഫ് ഹെറ്ററോട്രോപ്സ്. ഫോർ എക്സാമ്പിൾ ഹെർബിവോഴ്സ് ആൻഡ് ഡീകമ്പോസേഴ്സ്. സോ ഹെർബിവോഴ്സും ഡീകമ്പോസേഴ്സും പോലുള്ള ഹെറ്ററോട്രോപ്സിന് എത്രത്തോളം ബയോമാസ് അവൈലബിൾ ആണോ അതിനെ വിളിക്കുന്ന പേരാണ് നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി. സോ നെറ്റ് പ്രൈമറി പ്രൊഡക്റ്റ് എന്ന എത്ര റിമൈനിങ് ബയോമാസ് ഉണ്ട് ഹെറ്ററോട്രോപ്സിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് GPP കഴിഞ്ഞിട്ട് അതിനെ വിളിക്കുന്ന പേരാണ് NPP അഥവാ നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി. അതായത് എമൗണ്ട് ഓഫ് GPP, ഈ പറഞ്ഞ ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി എത്ര ഓർഗാനിക് മാറ്റർ ആണോ ഫോട്ടോസിന്തസിലൂടെ പ്രൊഡ്യൂസ് ചെയ്തത് അതിൽ സം എമൗണ്ട് ഓഫ് GPP, ആ പ്രൊഡ്യൂസ് ചെയ്ത ഓർഗാനിക് മാറ്ററിൽ കുറച്ച് എമൗണ്ട് യൂട്ടിലൈസ്ഡ് ബൈ പ്ലാന്റ്സ് തന്നെ ഉപയോഗിക്കുന്നു. എന്തിനു വേണ്ടി? അവരുടെ റെസ്പിറേറ്ററി ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട്. സോ പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഓർഗാനിക് മാറ്ററിൽ നിന്ന്
കുറച്ച് അവർ തന്നെ റെസ്പിറേഷന് വേണ്ടി ഉപയോഗിക്കുന്നു. സോ അവർ പ്രൊഡ്യൂസ് ചെയ്ത GPPയിൽ നിന്ന് പ്ലാന്റ്സ് തന്നെ കുറച്ച് അവരുടെ റെസ്പിറേറ്ററി ആക്ടിവിറ്റിക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. അത് കഴിഞ്ഞിട്ട് എന്താണോ കിട്ടുന്നത് അതാണ് നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി. സോ എമൗണ്ട് ഓഫ് GPP യൂട്ടിലൈസ്ഡ് ബൈ പ്ലാന്റ്സ് ഇൻ റെസ്പിറേഷൻ ആണ് നമ്മൾ R എന്ന് പറയുന്നത്. സോ നമ്മൾ എത്ര GPP ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി ഫോട്ടോസിന്തസിലൂടെ പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടോ, അവർ അതിൽ നിന്ന് എത്രത്തോളം റെസ്പിറേഷന് വേണ്ടി യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടോ, സോ സം എമൗണ്ട് ഓഫ് GPP പ്ലാന്റ്സ് റെസ്പിറേഷന് വേണ്ടി ഉപയോഗിക്കുന്നു. അത് കഴിഞ്ഞിട്ട് എന്താണോ അവൈലബിൾ ആയിട്ട് കിട്ടുന്നത്, അവൈലബിൾ ബയോമാസ് അടുത്ത ഹെട്രോട്രോപ്സ് അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിന് വേണ്ടി കിട്ടുന്നത്, അതിനെ വിളിക്കുന്ന പേരാണ് NPP അഥവാ നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി. സോ GPP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേറ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ഓർഗാനിക് മാറ്റർ ഡ്യൂറിങ് ഫോട്ടോസിന്തസിസ്. ഫോട്ടോസിന്തസിസിലൂടെ പ്ലാന്റ്സ് അഥവാ പ്രൊഡ്യൂസേഴ്സ് എത്രത്തോളം ഓർഗാനിക് മാറ്റർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ അതിനെ വിളിക്കുന്ന പേരാണ് GPP. പ്രൈമറി പ്രൊഡക്ടിവിറ്റിയുടെ ആദ്യത്തെ ടൈപ്പാണ് GPP. സോ പ്ലാന്റ്സ് ഫോട്ടോസിന്തസിലൂടെ എത്രത്തോളം ഓർഗാനിക് മാറ്റർ പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു അത് ആ റേറ്റാണ് GPP. ആ GPP കഴിഞ്ഞിട്ട് NPP. ആ GPPയിൽ കുറച്ച് പ്ലാന്റ്സ് തന്നെ അവരുടെ റെസ്പിറേറ്ററി ആക്ടിവിറ്റിക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. അത് കഴിഞ്ഞ് എത്രത്തോളം GPP ആണോ റിമൈനിങ് അവൈലബിൾ ആയിട്ടുള്ള ബയോമാസ് ആയിട്ട് വരുന്നത് അതിനെ വിളിക്കുന്ന പേരാണ് NPP. സോ NPP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൈലബിൾ ബയോമാസ് ഫോർ കൺസംഷൻ ടു ഹെട്രോട്രോപ്സ്. ആരാണ് ഹെട്രോട്രോപ്സ്? കൺസ്യൂമേഴ്സ്. ആരൊക്കെയാണ്? ഹെർബിവോഴ്സോ അല്ലെങ്കിൽ ഡീകമ്പോസേഴ്സോ. അവർക്ക് എത്രത്തോളം ബയോമാസ് കൺസ്യൂം ചെയ്യാനായിട്ട് കിട്ടുന്നുണ്ടോ, ബാക്കി കിട്ടുന്നുണ്ടോ അതിനെ വിളിക്കുന്ന പേരാണ് നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി. ദാറ്റ് ഈസ് എമൗണ്ട് ഓഫ് GPP, നമ്മുടെ പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ചെയ്ത എമൗണ്ട് ഓഫ് ഓർഗാനിക് മാറ്റർ, ആ GPP അതിൽ കുറച്ച് യൂട്ടിലൈസ്ഡ് ബൈ പ്ലാന്റ്സ് അവരുടെ റെസ്പിറേറ്ററി ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട്. സോ എമൗണ്ട് ഓഫ് GPP യൂട്ടിലൈസ്ഡ് ബൈ പ്ലാന്റ്സ് ഇൻ റെസ്പിറേഷൻ. അപ്പോൾ എങ്ങനെയാണ് GPP പ്രൊഡ്യൂസ് ചെയ്തത്, ആ GPPന്ന് കുറച്ച് പ്ലാന്റ്സ് റെസ്പിറേഷന് വേണ്ടി യൂട്ടിലൈസ് ചെയ്തു. സോ GPP മൈനസ് R റെസ്പിറേറ്ററി ആക്ടിവിറ്റി. അത് കഴിഞ്ഞിട്ട് എത്ര റിമൈനിങ് ബയോമാസ് ആണ് അവൈലബിൾ ആർക്ക്? ഹെട്രോട്രോപ്സിന്. അതിനെ വിളിക്കുന്ന പേരാണ് NPP നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി. ടോട്ടൽ പ്രൈമറി ഓർഗാനിക് മാറ്റർ പ്രൊഡ്യൂസ് ചെയ്തത് GPP, അതിൽ നിന്ന് പ്ലാന്റ്സ് യൂട്ടിലൈസ് ചെയ്തത് R, അത് കഴിച്ച് കിട്ടുന്നതാണ് NPP. ഇത് രണ്ടുമാണ് പ്രൈമറി പ്രൊഡക്ടിവിറ്റിയുടെ രണ്ട് കാറ്റഗറീസ്, GPP ആൻഡ് NPP. ഇനി രണ്ടാമത്തതാണ് സെക്കൻഡറി പ്രൊഡക്ടിവിറ്റി. സെക്കൻഡറി പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് ന്യൂ ഓർഗാനിക് മാറ്റർ ബൈ കൺസ്യൂമേഴ്സ്. സോ പ്ലാന്റ്സിൽ നിന്ന് റിമൈനിങ് ആയിട്ടുള്ള എത്ര ബയോമാസ് ആണ് അവൈലബിൾ, ആ പ്ലാന്റ്സ് റെസ്പിറേഷൻ കഴിഞ്ഞിട്ട് കിട്ടിയത്, അത് ഉപയോഗിച്ചത് ആരാണ്? ഹെട്രോട്രോപ്സ്. ഹെട്രോട്രോപ്സിന് എന്താ ഉപയോഗിക്കാൻ കിട്ടിയത്? NPP ആണ് യൂട്ടിലൈസ് ചെയ്യാൻ കിട്ടിയത്, നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി. സോ അതുപയോഗിച്ചുകൊണ്ട് ആ കൺസ്യൂമേഴ്സ് അല്ലെങ്കിൽ ഹെട്രോട്രോപ്സ് എന്ത് ഓർഗാനിക് മാറ്ററിനെയാണോ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതിനെ വിളിക്കുന്ന പേരാണ് സെക്കൻഡറി പ്രൊഡക്ടിവിറ്റി. സോ സെക്കൻഡറി പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് ന്യൂ ഓർഗാനിക് മാറ്റർ, NPPനെ ഉപയോഗിച്ചുകൊണ്ട് പുതിയ ഓർഗാനിക് മാറ്റർ പ്രൊഡ്യൂസ് ചെയ്യുന്നു ബൈ കൺസ്യൂമേഴ്സ്. ആര്? കൺസ്യൂമേഴ്സ്. സോ കൺസ്യൂമേഴ്സ് നമ്മുടെ ഹെട്രോട്രോപ്സ് പ്ലാന്റ്സിൻ്റെ പ്രൊഡ്യൂസ് ചെയ്ത ഓർഗാനിക് മാറ്ററിൽ നിന്ന് അവർ തന്നെ അവരുടെ റെസ്പിറേറ്ററി ആക്ടിവിറ്റിക്ക് വേണ്ടി ആ GPPയിൽ നിന്ന് ഉപയോഗിച്ച് ബാക്കിയുള്ള NPP ആണ് നമ്മുടെ കൺസ്യൂമേഴ്സ് അഥവാ ഹെട്രോട്രോപ്സിന് ഉപയോഗിക്കാൻ പറ്റുന്നത്. നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റിയാണ് കൺസ്യൂമേഴ്സിന് ഉപയോഗിക്കാൻ പറ്റുന്നത്. ആ കൺസ്യൂമേഴ്സ് നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി ഉപയോഗിച്ചുകൊണ്ട് എത്ര പുതിയ ഓർഗാനിക് മാറ്ററിനെ ഈ കൺസ്യൂമേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, ആ പ്രൊഡക്ടിവിറ്റിയാണ് സെക്കൻഡറി പ്രൊഡക്ടിവിറ്റി. സോ പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്ടിവിറ്റിയാണ് ആദ്യത്തെ നമ്മൾ പറഞ്ഞ പ്രൈമറി പ്രൊഡക്ടിവിറ്റി. അവർ തന്നെ അവരുടെ പ്രൈമറി പ്രൊഡക്ടിവിറ്റിയിൽ നിന്ന് കുറച്ച് റെസ്പിറേഷന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ അത് നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി ആയിട്ട് മാറുന്നു. ആ നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റീനെ കൺസ്യൂമേഴ്സ് ഉപയോഗിച്ചിട്ട് പുതിയ ഓർഗാനിക് മാറ്റർ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആ പ്രൊഡക്ടിവിറ്റിയാണ് സെക്കൻഡറി പ്രൊഡക്ടിവിറ്റി. ഇനി ഈ സെക്കൻഡറി പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞാലും നമ്മൾ ഈ പ്രൈമറി പ്രൊഡക്ടിവിറ്റി രണ്ട് ടൈപ്പ് പ്രൊഡക്ടിവിറ്റിയാണ് ഇക്കോസിസ്റ്റത്തിൽ കാണുന്ന ആ കമ്പോണൻറ്റിൽ ഒന്ന്. സോ പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞ ആരാണ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി തരുന്നത്? പ്ലാന്റ്സ് ആണ് തരുന്നത്. സോ പ്രൈമറി പ്രൊഡക്ടിവിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്
ഏത് പ്ലാന്റ് സ്പീഷീസ് ആ പെർട്ടിക്കുലർ ഏരിയയിൽ കാണുന്ന ഏത് ടൈപ്പ് പ്ലാന്റ് സ്പീഷീസ് ആണോ അതിനനുസരിച്ചുള്ള പ്രൈമറി പ്രൊഡക്ടിവിറ്റിയാണ് കിട്ടുക. സോ പ്രൈമറി പ്രൊഡക്ടിവിറ്റി ഡിപ്പെൻഡ്സ് അപ്പോൺ പ്ലാന്റ് സ്പീഷീസ് ഇൻഹാബിറ്റിംഗ് ഓൺ അറ്റ് പെർട്ടിക്കുലർ ഏരിയ. ആ പെർട്ടിക്കുലർ ഏരിയയിൽ കാണുന്ന പ്ലാന്റ് സ്പീഷീസിനനുസരിച്ചുള്ള പ്രൈമറി പ്രൊഡക്ടിവിറ്റിയാണ് നമുക്ക് കിട്ടുക. അതുമാത്രമല്ല പ്രൈമറി പ്രൊഡക്ടിവിറ്റീനെ ഈ ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ NPP അതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യണ വേറെ കുറച്ച് ഫാക്ടേഴ്സ് തന്നെ വെറൈറ്റി ഓഫ് എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് ഉണ്ട്. അതുപോലെ ആ പ്ലാന്റ്സിന് കിട്ടുന്ന ന്യൂട്രിയൻസ്, അവൈലബിലിറ്റി ഓഫ് ന്യൂട്രിയൻസ്, അല്ലെങ്കിൽ ആ പ്ലാന്റ്സിൻ്റെ ഫോട്ടോസിന്തറ്റിക് കപ്പാസിറ്റി, ഇതൊക്കെ അനുസരിച്ചിട്ടാണ് ആ പെർട്ടിക്കുലർ പ്ലാന്റിന് പ്രൈമറി പ്രൊഡക്ടിവിറ്റി തരാൻ പറ്റുന്നത്. സോ പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നതിന് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ആ പെർട്ടിക്കുലർ ഏരിയയിൽ കാണുന്ന പ്ലാന്റ് സ്പീഷീസ്, അതുപോലെ ഒരുപാട് എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്, അതുപോലെ ആ പ്ലാന്റ്സിൽ അവൈലബിൾ ആയിട്ടുള്ള ന്യൂട്രിയൻസ്, അതുപോലെ ആ പ്ലാന്റിൻ്റെ ഫോട്ടോസിന്തറ്റിക് കപ്പാസിറ്റി, ഇതിനെയൊക്കെ അനുസരിച്ചിട്ടാണ് പ്ലാന്റ്സ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി തരുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ ഇക്കോസിസ്റ്റത്തിലും ഡിഫറെൻറ്റ് ടൈപ്പ് പ്രൊഡക്ടിവിറ്റിയാണ് നമുക്ക് കാണാൻ പറ്റുക. അതുകൊണ്ടാണ് നമ്മൾ ഡിഫറെൻറ്റ് ഇക്കോസിസ്റ്റത്തിൻ്റെ പ്രൊഡക്ടിവിറ്റിനെ നമുക്ക് കമ്പയർ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. സോ ഓരോ ഇക്കോസിസ്റ്റത്തിലും അവിടെയുള്ള പ്ലാന്റ് സ്പീഷീസും അവിടെയുള്ള വെറൈറ്റി ഓഫ് എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സും അവർക്ക് കിട്ടുന്ന പ്ലാന്റിൽ കിട്ടുന്ന ന്യൂട്രിയൻസും ആ പ്ലാന്റ്സിൻ്റെ ഫോട്ടോസിന്തറ്റിക് കപ്പാസിറ്റിക്കും അനുസരിച്ചുള്ള പ്രൈമറി പ്രൊഡക്ടിവിറ്റി അവിടെ ആ ഇക്കോസിസ്റ്റത്തിൽ കിട്ടുന്നു. അത് ഓരോ ഇക്കോസിസ്റ്റത്തിലും വേരി ചെയ്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഡിഫറെൻറ്റ് ഇക്കോസിസ്റ്റത്തിനെ നമുക്ക് ഈസി ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും. ഇനി നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹോൾ ബയോസ്ഫിയർ, ടോട്ടൽ ബയോസ്ഫിയർ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു വർഷത്തിൽ ആനുവലായിട്ട് കിട്ടുന്ന നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് ഹോൾ ബയോസ്ഫിയറിൽ എത്രയാണ് നോക്കിയേ? 170 ബില്യൺ ടണ്ണാണ്. സോ ടോട്ടൽ ബയോസ്ഫിയർ എടുത്തു കഴിഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി 170 ബില്യൺ ടണ്ണാണ് നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി ആയിട്ട് കിട്ടുന്നത് ഹോൾ ബയോസ്ഫിയറിൽ. അത് നമ്മൾ ഡ്രൈ വെയ്റ്റ് ഓഫ് ഓർഗാനിക് മാറ്ററിൻ്റെ ബേസിലാണ് കൺസിഡർ ചെയ്യുന്നത്. എത്ര ഡ്രൈ വെയ്റ്റ് ഓഫ് ഓർഗാനിക് മാറ്റർ ആണോ ഒരു വർഷത്തിൽ അല്ലെങ്കിൽ ആനുവലി പ്ലാന്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്, അത് ഹോൾ ബയോസ്ഫിയറിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്രോക്സിമേറ്റ്ലി 170 ബില്യൺ ടൺ. അതായത് അത്രത്തോളം ഡ്രൈ വെയ്റ്റ് ഓഫ് ഓർഗാനിക് മാറ്ററാണ് ഹോൾ ബയോസ്ഫിയറിൽ ഒരു വർഷം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ പറഞ്ഞ 170 ബില്യൺ ടണ്ണിൽ നിന്നും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓഷ്യനിൽ, ഇതിൽ നമുക്കറിയാം ഓഷ്യൻ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് 70% ജലത്തിൻ്റെ സാന്നിധ്യമാണ് നമുക്കറിയാം ഈ ബയോസ്ഫിയറിൽ. സോ 70% ഓഷ്യനാണുള്ളത്. സോ എന്നിട്ട് കൂടി ഓഷ്യനിൽ നിന്ന് കിട്ടുന്ന ആ നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി, ഈവൻ ദോ 70% ഓഷ്യൻ ആണ് ഈ ലാൻഡിൽ, ബാക്കിയുള്ളത് മാത്രമേ ലാൻഡുള്ളൂ. എന്നിട്ട് കൂടി ഓഷ്യൻ 70% ഉണ്ടായിരുന്നിട്ട് പോലും ഓഷ്യൻ്റെ നെറ്റ് പ്രൈമറി പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് വെറും 55 ബില്യൺ ടണ്ണാണ്. സോ ടോട്ടൽ ഹോൾ ബയോസ്ഫിയർ എടുത്തു കഴിഞ്ഞാൽ ഒരു വർഷം കിട്ടുന്ന നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി 170 ബില്യൺ ടണ്ണും, അത് ഓഷ്യൻ 70% വരുന്ന ഓഷ്യനിൽ കിട്ടുന്ന നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി വെറും 55 ബില്യൺ ടണ്ണുള്ളൂ. എന്തുകൊണ്ടാണ് ഈ വ്യത്യാസം? എന്തുകൊണ്ടാണ് ഇത്രത്തോളം അധികം ഏരിയ 70% വാട്ടർ അല്ലെങ്കിൽ ഓഷ്യൻ ഉണ്ടായിട്ടും അവിടെ എന്തുകൊണ്ട് ഇത്രയും കുറവ് പ്രൊഡക്ടിവിറ്റി കാണിക്കുന്നു? വൈ ലോ പ്രൊഡക്ടിവിറ്റി ഓഷ്യനിൽ കാണിക്കുന്നു? അത് എന്തുകൊണ്ടായിരിക്കും? അതിനുള്ള കാരണം ഇതാണ്. ഒരു എക്വാട്ടിക് ഇക്കോസിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ, ഒരു വാട്ടർ ഇക്കോസിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ അവിടെ പ്രൊഡക്ടിവിറ്റീനെ ലിമിറ്റ് ചെയ്യുന്ന ഫാക്ടർ എന്താണ്? ലൈറ്റാണ്. നമ്മൾ ഒരു ടെറസ്ട്രിയൽ ഇക്കോസിസ്റ്റത്തിനെ പോലെയല്ല. സോ എക്വാട്ടിക് ഇക്കോസിസ്റ്റത്തിലെ പ്രൊഡക്ടിവിറ്റീനെ ലിമിറ്റ് ചെയ്യുന്ന വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് ലൈറ്റ്. അതായത് അവൈലബിലിറ്റി ഓഫ് ലൈറ്റ് നമ്മുടെ എക്വാട്ടിക് ഇക്കോസിസ്റ്റത്തിൽ എല്ലാത്തിനും കിട്ടുകയില്ല. സോ അവൈലബിലിറ്റി ഓഫ് ലൈറ്റ് കുറഞ്ഞു വരും. എത്രത്തോളം വാട്ടറിന് ഡെപ്ത് ഉണ്ടോ, ഇൻക്രീസ് ഇൻ വാട്ടർ ഡെപ്ത് അനുസരിച്ച് അവൈലബിലിറ്റി ഓഫ് ലൈറ്റ് അവിടെ എത്തിച്ചേരുന്നത് കുറയാൻ തുടങ്ങുന്നു. സോ ഒരു എക്വാട്ടിക് ഇക്കോസിസ്റ്റത്തിൽ അതിൻ്റെ വാട്ടർ ഡെപ്ത് കൂടുന്നതിനനുസരിച്ച്
ലൈറ്റിൻ്റെ അവൈലബിലിറ്റി കുറഞ്ഞു വരുന്നു. അതായത് ലൈറ്റ് അക്വാട്ടിക് ഇക്കോസിസ്റ്റത്തിൽ ഡീപ്ലി പെനിട്രേറ്റ് ചെയ്ത് അതിൻ്റെ താഴത്തെ ലെവലിൽ വരെ എത്തുകയില്ല, ഒരു പെർട്ടിക്കുലർ ലെവലിൽ വരികയേ എത്തുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അവൈലബിലിറ്റി ഓഫ് ലൈറ്റ് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രൊഡക്ടിവിറ്റീനെ ലിമിറ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് അക്വാട്ടിക് ഇക്കോസിസ്റ്റത്തിൽ കമ്പയറിങ് ടു ടെറസ്ട്രിയൽ ഇക്കോസിസ്റ്റം. ഈവൻ ദോ അത്ര അധികം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 70% അക്വാട്ടിക് ഇക്കോസ് അല്ലെങ്കിൽ ഓഷ്യൻ ആണെങ്കിലും അവിടെ കിട്ടുന്ന ലൈറ്റിൻ്റെ അവൈലബിലിറ്റി കുറവാണ്. കാരണം അക്വാട്ടിക് ഇക്കോസിസ്റ്റത്തിൽ വാട്ടറിൻ്റെ ഡെപ്ത് കൂടുന്തോറും അവിടെ ലഭിക്കുന്ന ലൈറ്റിൻ്റെ അവൈലബിലിറ്റി കുറഞ്ഞു വരുന്നു. അതുകൊണ്ട് തന്നെ പ്രൊഡക്ടിവിറ്റിയും കുറയാൻ തുടങ്ങുന്നു. ഇതാണ് ടെറസ്ട്രിയൽ ഇക്കോസിസ്റ്റത്തിനെ അപേക്ഷിച്ച് നമ്മുടെ ഓഷ്യൻ അങ്ങനത്തെ അക്വാട്ടിക് ഇക്കോസിസ്റ്റത്തിൽ പ്രൊഡക്ടിവിറ്റി കുറയാൻ കാരണം ഓഷ്യൻ അല്ലെങ്കിൽ അക്വാട്ടിക് ഇക്കോസിസ്റ്റത്തിന് അവിടെ ലൈറ്റ് ഒരുപാട് അതിനെ പ്രൊഡക്ടിവിറ്റീനെ ലിമിറ്റ് ചെയ്യുന്നു. അക്വാട്ടിക് ഇക്കോസിസ്റ്റത്തിൽ വാട്ടറിൻ്റെ താഴ്ച കൂടുന്തോറും അവിടെ ലഭിക്കുന്ന ലൈറ്റിൻ്റെ അവൈലബിലിറ്റി കുറഞ്ഞു വരുന്നു. സോ ഒരു മെറൈൻ ഇക്കോസിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ അവിടെ ഈ പ്രൊഡക്ടിവിറ്റീനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ലിമിറ്റ് ചെയ്യുന്ന ഫാക്ടർ എന്ന് പറയുന്നത് മെറൈൻ ഇക്കോസിസ്റ്റത്തിൽ ന്യൂട്രിയൻസ് ആണ്. സോ ന്യൂട്രിയൻസിൻ്റെ അവൈലബിലിറ്റി ആണ് മെറൈൻ ഇക്കോസിസ്റ്റത്തിൽ പ്രൊഡക്ടിവിറ്റീനെ ലിമിറ്റ് ചെയ്യുന്ന ഒരു ഫാക്ടർ. സോ അവിടെ നൈട്രജൻ ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ന്യൂട്രിയൻ ലിമിറ്റിംഗ് ഫാക്ടർ ഇൻ മെറൈൻ ഇക്കോസിസ്റ്റം. സോ നമ്മൾ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ടെറസ്ട്രിയലും അക്വാട്ടിക് ഇക്കോസിസ്റ്റത്തിലും ഈ പ്രൊഡക്ടിവിറ്റി ഇങ്ങനെ വേരി ചെയ്തിരിക്കുന്നത് നമുക്ക് മനസ്സിലാവും. സോ ഇതുപോലെ നമുക്ക് ഡിഫറെൻറ്റ് ഇക്കോസിസ്റ്റംസ് തമ്മിൽ അവരുടെ പ്രൊഡക്ടിവിറ്റി പെർ ഇയർ നമുക്ക് കമ്പയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതാണ് നമ്മുടെ ഇക്കോസിസ്റ്റത്തിലെ ഒരു കമ്പോണൻറ്റ് നമ്മളിപ്പോൾ പറഞ്ഞ പ്രൊഡക്ടിവിറ്റി.